നമുക്കിന്ന് തത്വചിന്തകനായ ജെ കൃഷ്ണമൂർത്തിയുടെ സ്വകാര്യ നോട്ടുബുക്കുകളിലൂടെ ഒരു യാത്ര പോയാലോ? വർഷങ്ങളോളം അദ്ദേഹത്തെ പിന്തുടർന്ന വളരെ ആഴത്തിലുള്ളതും നിഗൂഢവുമായ ചില അനുഭവങ്ങളുടെ ചുരുളഴിക്കാനാണ് നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. കേട്ടില്ലേ, ഇത് തുടങ്ങുന്നത് തന്നെ ഒരു നിഗൂഢതയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിന് എന്തോ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അത് എന്താണെന്ന് കൃത്യമായി പറയാൻ അദ്ദേഹത്തിന് പോലും കഴിയുന്നില്ല. ഇത് നമ്മളെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലെ വളരെ വ്യക്തിപരമായൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്തായിരുന്നു ഈ അനുഭവം? അദ്ദേഹം തന്നെ ഇതിനെ പ്രക്രിയ എന്നാണ് വിളിച്ചത്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഇതേതെങ്കിലും മയക്കുമരുന്നോ ഉപവാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാനരീതിയോ കൊണ്ട് സംഭവിച്ചതല്ല. ഇത് തികച്ചും ശാരീരികമായ ഒന്നായിരുന്നു, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിനും അപ്പുറത്തുള്ള ഒന്ന്. അപ്പൊ ശരിക്കും ഈ ശാരീരികമായ വേദനയിൽ നിന്നാണ് അദ്ദേഹം മനസ്സിന്റെ ആഴങ്ങളിലേക്കൊരു യാത്ര തുടങ്ങിയത്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഈ വേദനയിൽ നിന്ന് മനസ്സിനെക്കുറിച്ച് അദ്ദേഹം എന്താണ് മനസ്സിലാക്കിയത്? കൃഷ്ണമൂർത്തിയുടെ ചിന്തയുടെ ഒരു കേന്ദ്രമെന്ന് പറയുന്നത് ഈ ഒരു വേർതിരിവാണ്. ഒരു വശത്ത് തലച്ചോറ് അഥവാ ദ ബ്രെയിൻ. അതെന്താണ്? അത് നമ്മുടെ ഓർമ്മകളുടെ, അറിവിന്റെ, അനുഭവങ്ങളുടെ ഒരു കലവറയാണ്. അതായത് ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒന്നാണ്. എന്നാൽ മറുവശത്തോ മനസ്സ്, ദ മൈൻഡ്. അത് ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. എന്തൊരു ശക്തമായ വാക്കുകളാണിതല്ലേ? തലച്ചോറെപ്പോഴും ഇന്നലെയാണ്. അതിന്റെ അർത്ഥമെന്താ? നമ്മൾ ഇന്ന് എന്ന് വിചാരിക്കുന്നത് പോലും ഇന്നലെയുടെ ഒരു നിഴൽ മാത്രം. നാളെയോ? അതും ആ നിഴലിന്റെ ഒരു തുടർച്ച. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭൂതകാലത്തിന്റെ ഒരു തടവറയിലാണ് ജീവിക്കുന്നത്. അപ്പോ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ തടവറയിൽ നിന്ന്, ഭൂതകാലത്തിന്റെ ഈ ജയിലിൽ നിന്ന് എങ്ങനെ പുറത്തുകടക്കും? ഇതിനുള്ള കൃഷ്ണമൂർത്തിയുടെ ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ വിപ്ലവകരമായ ഒരു മറുപടിയായിരുന്നു അത്. സമ്പൂർണമായ മാനസിക വിനാശം. അതെ, കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ തോന്നാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അതാണ്. നമ്മുടെ ചിന്തകളെ ഒന്ന് മിനുക്കിയെടുക്കാനോ നന്നാക്കാനോ അല്ല, മറിച്ച് പൂർണ്ണമായി തകർത്ത് കളയാനാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പൂർണ്ണമായ നാശത്തിൽ നിന്ന് മാത്രമേ യഥാർത്ഥമായ ഒരു സൃഷ്ടി ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഈ വിനാശമെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, വീടോ കെട്ടിടങ്ങളോ പൊളിക്കുന്ന കാര്യമല്ല പറയുന്നത്. മറിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ കെട്ടിപ്പൊക്കിയ മതിലുകളാണ്. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ദൈവങ്ങൾ, നമ്മുടെ അറിവ് എന്ന് നമ്മൾ അഹങ്കരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പൊളിച്ചു മാറ്റണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യും? ഇത് വെറുതെ അങ്ങ് തകർത്ത് കളയാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. ഇവിടെയാണ് അദ്ദേഹം ചില വഴികൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഓരോ ചിന്തയെയും വികാരത്തെയും നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ അതിനെ അതിന്റെ വഴിക്ക് വിടുക. അത് തനിയേ വിടർന്നു കൊഴിയും. ഇവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. കാരണം നമ്മുടെ തലച്ചോറിന്റെ പണി തന്നെ ഇതാണല്ലോ, എന്തിനേയും ഏതിനേയും വിലയിരുത്തുക, വിധിക്കുക. അപ്പോൾ ഈ നിരീക്ഷകനായിട്ടുള്ള തലച്ചോറിന്റെ ഇടപെടലില്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെ നോക്കും? ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതിനുള്ള ഉത്തരമായിട്ടാണ് കൃഷ്ണമൂർത്തി കാഴ്ച അല്ലെങ്കിൽ സീയിങ് എന്ന ആശയത്തെക്കുറിച്ച് പറയുന്നത്. ഇത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയല്ല, മറിച്ച് ഞാൻ എന്ന ചിന്തയില്ലാതെ, ഒരു നിരീക്ഷകനില്ലാതെ, ഭൂതകാലത്തിന്റെ യാതൊരു ഭാരവുമില്ലാതെ ഒന്നിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണുന്നൊരവസ്ഥ. ഇതാണ് ശരിക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ താക്കോൽ എന്ന് അദ്ദേഹം പറയുന്നു. ഇതെങ്ങനെയാണെന്ന് അദ്ദേഹം തന്നെ വിവരിക്കുന്നത് കേൾക്കൂ. ഒരാൾ കണ്ണുകൾ കൊണ്ട് മാത്രമല്ല, തല മുഴുവൻ ഉപയോഗിച്ച് നോക്കുകയായിരുന്നു എന്ന്. അവിടെ നോക്കുന്ന ഒരു കേന്ദ്രമില്ല. അതായത് നോക്കുന്ന ആളും നോക്കപ്പെടുന്ന വസ്തുവും തമ്മിൽ ഒരു വേർതിരിവില്ല. രണ്ടും ഒന്നായി മാറുന്ന ഒരവസ്ഥ. അപ്പോ ഇതിന്റെയൊക്കെ കാതലെന്താണ്? ഒരൊറ്റ കാര്യമേയുള്ളൂ. തലച്ചോറ് പൂർണ്ണമായും നിശ്ശബ്ദമാകണം. അതിന്റെ ആ നിർത്താതെയുള്ള സംസാരം, ആഗ്രഹങ്ങൾ, ഭയങ്ങൾ, വിലയിരുത്തലുകൾ, ഇതെല്ലാം പൂർണ്ണമായും നിലയ്ക്കണം. ആ സമ്പൂർണമായ നിശ്ശബ്ദതയിൽ മാത്രമേ ഈ കാഴ്ച സാധ്യമാവൂ. ശരി, തലച്ചോറ് നിശ്ശബ്ദമായി. പിന്നെന്താ? ആ ശൂന്യതയിൽ നിന്ന് എന്താണ് വരുന്നത്? അവിടെയാണ് കൃഷ്ണമൂർത്തിയുടെ യാത്രയുടെ അടുത്ത ഘട്ടം. അദ്ദേഹം അതിനെ വിളിക്കുന്നത് മറ്റൊന്ന്, അല്ലെങ്കിൽ ദി അദർനെസ് എന്നാണ്. ഞാൻ ഇല്ലാതാവുമ്പോൾ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു വലിയ ബോധം. ഈ മറ്റൊന്ന് എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് നോക്കൂ. അത് ഒരു മുറിയിലൊതുങ്ങുന്നില്ല, കുന്നുകൾക്ക് മുകളിലൂടെ ഒഴുകിപ്പരക്കുന്നു, ഭൂമിയെ മുഴുവൻ മൂടി നിൽക്കുന്ന ഒരു വലിയ സാന്നിധ്യമായി മാറുന്നു. അതിന് അതിരുകളില്ല. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാല്, ഇത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഒന്നല്ല, അത് തനിയെ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന ഒന്നാണ്. മനസ്സിനെയും ഹൃദയത്തെയും വന്ന് നിറയ്ക്കുന്ന ഒന്ന്. അപ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥ സൗന്ദര്യവും സ്നേഹവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ.
ഇത് കേവലം ശാന്തമായൊരവസ്ഥയാണെന്ന് കരുതരുത്. അല്ല, അതൊരു കൊടുങ്കാറ്റിന്റെ ശക്തിയാണ്. ഒരു പ്രപഞ്ചം മുഴുവൻ പൊട്ടിത്തെറിക്കുന്നതിന്റെ ഊർജ്ജമാണ്. ഒരേ സമയം സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിവുള്ള, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ശക്തമായൊരു ഊർജ്ജം. അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയാല് പിന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തെ കാണുന്ന രീതി തന്നെ മാറും. സ്നേഹം, മരണം, സൃഷ്ടി ഇതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ധാരണകള് തലകീഴായി മറിയും. ഇവിടെ നോക്കൂ, നമ്മുടെ തലച്ചോറിന്റെ കാഴ്ചയിൽ സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? ഒരു തരം ബന്ധനമാണ്, ഉടമസ്ഥതയാണ്, അവസാനം ദുഃഖമാണ്. പക്ഷെ മനസ്സിന്റെ യാഥാർത്ഥ്യത്തിലോ? അവിടെ സ്നേഹത്തിന് നാളെയെന്നൊന്നുമില്ല, അതൊരു തരം വിനാശമാണ്. അതുപോലെ മരണം, തലച്ചോറിന് അതൊരവസാനമാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അത് സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത ഒന്നാണ്. സൃഷ്ടി എന്താണ്? തലച്ചോറിന് അത് പഴയ സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയതുണ്ടാക്കുന്നതാണ്. എന്നാൽ യഥാർത്ഥ സൃഷ്ടി വരുന്നത് സമ്പൂർണമായ ശൂന്യതയിൽ നിന്നാണ്. അതായത് കൃഷ്ണമൂർത്തിയുടെ കാഴ്ചപ്പാടിൽ ഈ മൂന്നെണ്ണത്തിനെയും നമുക്ക് വേർതിരിച്ച് കാണാനേ പറ്റില്ല. സ്നേഹം, മരണം, സൃഷ്ടി, ഇവ മൂന്നും ഒരേ യാഥാർത്ഥ്യത്തിന്റെ മൂന്ന് വശങ്ങളാണ്. ഇതിനെ മനസ്സിലാക്കാതെ ആഴങ്ങളിലേക്കൊരു യാത്ര സാധ്യമല്ല. അപ്പോ നമുക്ക് ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം. ഒന്നാമതായി, നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ഭൂതകാലത്തിന്റെ ഒരു ശേഖരമാണ്. എന്നാൽ യഥാർത്ഥ മനസ്സ് കാലത്തിനതീതമായ ഒരു ശൂന്യതയാണ്. പിന്നെ യഥാർത്ഥ സ്വാതന്ത്ര്യം വേണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈ പ്രതിരോധങ്ങളെ, ഈ മതിലുകളെ പൂർണ്ണമായി തകർക്കണം. അതിനുള്ള വഴിയാണ് നിരീക്ഷകനില്ലാത്ത കാഴ്ച. അങ്ങനെ തലച്ചോറ് നിശബ്ദമാകുമ്പോൾ മറ്റൊന്ന് എന്ന വലിയൊരു യാഥാർത്ഥ്യം കടന്നുവരുന്നു. ആ യാഥാർത്ഥ്യത്തിൽ സ്നേഹവും മരണവും സൃഷ്ടിയും ഒന്നുതന്നെയാണ്. അവസാനമായി നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിർത്താം. നമ്മുടെ ഓർമ്മകളുടെ, ഭൂതകാലത്തിന്റെ ഈ കലവറയായ പലച്ചോറ്, അതിന്റെ എല്ലാ ശബ്ദങ്ങളും പൂർണ്ണമായും നിലയ്ക്കുമ്പോൾ ആ നിശബ്ദതയില് ശരിക്കും എന്തായിരിക്കും അവശേഷിക്കുക? ഇതൊരു പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിച്ചു നോക്കേണ്ട ഒരു ചോദ്യമാണ്.